എന്തൊരു ഭംഗിയാ. അതെ, ഒന്നിങ്ങോട്ട് വാ. എങ്ങോട്ട്? ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓ, നിങ്ങളവിടെ കളക്ടറിന്റെ പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിപ്പ് കണ്ടാ വിചാരിക്കും ലാപ്ടോപ്പും കൊണ്ടാണ് ഇരിക്കണതെന്ന്. അപ്പുറത്തെ വീട്ടില് ചേച്ചി ഇൻഡക്ഷൻ സ്റ്റവ് നന്നാകും കൊണ്ട് തന്നല്ലേ. വാ, ഇത് കണ്ടിട്ട് മതി, ബാക്കി ഇങ്ങോട്ട് വന്നേ. നിനക്കെന്തിന് ഞാൻ ചെയ്തതിൽ ഇത്ര പുച്ഛം? ഇതൊക്കെ ചെയ്തിട്ടാണ് കുടുംബത്തിലേക്ക് വേണ്ട ചെലവിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നത്. എന്റെ തൊഴിലിനെ ബഹുമാനിക്കാൻ പഠിക്കും. അയ്യോ, ഒരു ബഹുമാനക്കുറവും ഇല്ലേ? 4 മണിക്കൂർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 200 രൂപ കിട്ടും. ഡോക്ടർമാര് രോഗികൾ വരാൻ കാത്തിരിക്കുന്ന പോലെ അടുത്ത വീട്ടിൽ ഇലക്ട്രിക് സാധനങ്ങൾ കേട് വരാൻ കാത്തിരിക്കുന്ന ഒരു ഭാര്യന്റെ ഗതികേട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ടൊന്ന് വാ. എന്താ അവിടെ ഇത്രമാത്രം കാണാനുള്ളത്? ആ ശാരികനെ നോക്ക്. അവളുടെ ആനിവേഴ്സറി അന്ന് അവളും ഭർത്താവും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുക. എത്ര തിളക്കമുള്ള പട്ടുസാരി അവൾ ഉടുത്തിരിക്കുന്നത്. സ്വർണ്ണ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാ തോന്നും. എത്ര തിളക്കുണ്ട്. എന്റെ നോക്ക്, താലിമനി നൂല് കൊണ്ട് ഉണ്ടാക്കിയതാ. 200 രൂപന്റെ ടോപ്പാ ഞാൻ ഇട്ടിരിക്കുന്നത്. ഭാഗ്യവതി. എടോ, അത് അവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ടല്ലേ. വെഡിങ് ആനിവേഴ്സറിക്ക് സാധാരണ എല്ലാവരും നല്ല ഡ്രസ്സ് തന്നെ ഇടുക. ആണല്ലേ? അപ്പൊ നിങ്ങൾക്കത് അറിയാം. നമ്മുടെ എത്ര ആനിവേഴ്സറി കഴിഞ്ഞു, അതിൽ എത്ര എണ്ണത്തിൽ നിങ്ങൾ എനിക്ക് ഇതുപോലെ തിളക്കുള്ള ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്. ഇതാ പറഞ്ഞ് എന്തെങ്കിലും ചോദിക്കുമ്പോ തലയും താഴ്ത്തി അങ്ങ് നിൽക്കും. പിന്നെ ഒന്നും പറയണ്ടല്ലോ. 300, 400, 500 ഈ റേഞ്ചിലല്ലാണ്ട് വില കൂടി എന്തെങ്കിലും ഡ്രസ്സ് നിങ്ങൾ ഇന്ന് വരെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? ഇനി ആനിവേഴ്സറിയോ പിറന്നാളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപ കൂട്ടിയിട്ട് 550 ഡ്രസ്സ് എടുത്തു തരും. ഇതാണ് വലിയ തളക്കുള്ള ഡ്രസ്സ് എന്റെ. ഓ, എന്ത് കഷ്ടകാലത്തിനാണോ ദൈവമേ എന്റെ വീട്ടിലെ മോട്ടർ ഒന്ന് കറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ആയതും നിങ്ങൾ എന്നെ നേരെയാക്കാൻ വന്നത്. നാട്ടിലെ എത്ര പെൺപിള്ളേരുണ്ട്, എന്നിട്ട് ആ ബ്രോക്കർ തേടി പിടിച്ച് നിങ്ങളെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് എന്നെ വന്നില്ലേ? ഇതാണ് പറയുന്നത്, കഷ്ടകാലം ഓട്ടോ പിടിച്ചാണെങ്കിലും വരുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ വിധി. അവളും ഭർത്താവ് ഉടുത്തൊരുങ്ങി പോകുന്നത് കാണുമ്പോ നമുക്കൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ ഒരു യോഗം. ഇപ്പോഴെങ്കിലും നിനക്ക് നന്നായി കൊണ്ടുവരാൻ തോന്നിയല്ലോ. നന്നാക്കുക ചെയ്തമ്മേ. 6000 രൂപ എണ്ണി കൊടുത്തിട്ടാ വരുന്നേ. ഷോറൂമിൽ കൊടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം? ഭയങ്കര ചാർജാ. എന്നാലും പോട്ടെ, 6000 രൂപ കൊടുത്താലും വണ്ടി നന്നാക്കി കിട്ടിയല്ലോ. എത്രയും വെച്ചാൽ ഈ മഴയത്ത് ഇങ്ങനെ മോൻ നടന്നു പോകുക. ഞാൻ വിചാരിച്ചത് 5-8 മാസം ഈ മഴയത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോ തുരുമ്പെടുത്ത് പോയി എന്നുള്ളത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ നോക്ക്. ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടോ. ഇവനിങ്ങനെ മുറ്റത്ത് വെയിലും മഴയും കൊണ്ട് കുറെ കാലം കിടന്നപ്പോഴേ സത്യം പറഞ്ഞ എന്റെ നെഞ്ചില് തീയായിരുന്നു. ഓ, പൈസ ഒത്തു വരണ്ടേ. എന്തായാലും നന്നായി കിട്ടിയപ്പോ ഇപ്പോഴാണ് സമാധാനമായത്. ഇവനെയും കൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ പോണം. ഓ പിന്നെ, ഇത്രയും ടെൻഷൻ അടിച്ച് നേരെ കൊണ്ടൊന്ന് മുറ്റത്തിരിക്കുന്ന വലിയ ബെൻസ് ആണല്ലോ. ഒരു പാട്ട ബൈക്കല്ലേ. ഈ നാട്ടിൽ ഏത് വീട് എടുത്തു നോക്കിയാലും ഓരോരോ കാർ വെച്ചുണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പഴഞ്ചൻ ബൈക്ക്. നമുക്കൊരു ബൈക്കെങ്കിലും ഉണ്ടല്ലോ. ഓ, ബൈക്കെങ്കിലും ഉണ്ടല്ലോന്ന്. നിങ്ങൾ നിങ്ങളുടെ ഈ പഴഞ്ചൻ ചിന്താഗതി ആദ്യം മാറ്റ്. കാലം മാറി. നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അത്? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഗെറ്റ് ടുഗദറിന് പോയില്ലേ, ആ സമയത്ത് എല്ലാവരും വന്ന് കാറിൽ ഇറങ്ങുന്നത്, ഞാൻ മാത്രം ഓട്ടോയില്. എന്റെ ഫ്രണ്ട്സ് എന്താണെന്നറിയോ ചോദിച്ചത്, നിന്റെ ഭർത്താവിനോട് പറഞ്ഞുവിടായിരുന്നോ കാറിൽ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യില്ലേന്ന്? എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ഭർത്താവിന്റെ കയ്യിൽ ആകെ പൊട്ടി പൊളിഞ്ഞ പാട്ട സ്കൂട്ടറാണുള്ളത്, അതവിടെ കേടുവന്ന് കിടക്കാന്ന്. എനിക്ക് എത്രമാത്രം നാണക്കേടായി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളെ പോലെ ഈ ലോകം കാണാത്ത ആൾക്കാരല്ല എന്റെ ഫ്രണ്ട്സും അവരെ ഭർത്താക്കന്മാരൊന്നും. ഓരോരുത്തർ അവരെ ഭർത്താക്കന്മാരും കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോണ കണ്ടാൽ തന്നെ ഓ, നമുക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യം ജന്മം ഉണ്ടാവില്ല. കുറെ പേരില് ഭർത്താക്കന്മാർ അവരെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, ബാക്കി കുറെ പേര് സ്വന്തമായിട്ട് കാർ ഓടിച്ചു വരുന്നു. എനിക്ക് ബോധം കെടാണ്ട് ഞാൻ എങ്ങനെയോ അവിടെ പിടിച്ചു നിന്നതാ. എടോ, താൻ നമ്മളെക്കാളും ഒരുപാട് മേലുള്ള ആൾക്കാരെ കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇടയ്ക്കെങ്കിലും ഒക്കെ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരെന്ന് കാണാൻ പഠിക്കേ. അപ്പൊ നിനക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഒരുപാട് കൂടുതലാണെന്ന്. അത് ശരിയാ, നമുക്ക് കിട്ടിയതൊക്കെ ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോയത് കൊണ്ടാണല്ലോ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മോതിരം കൊണ്ടുപോയി പണയം വെച്ചത് നിങ്ങളുടെ ബൈക്ക് നന്നാക്കി പൈസ കൊടുക്കാൻ വേണ്ടിട്ട്. കിട്ടിയതൊക്കെ കൂടുതലാണ് അത്ര. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ ഹലോ എടാ, ഒന്ന് എന്റെ കൂടെ വരുമോ? നിനക്കും ചെയ്യാണ്ട്. ആ എന്നാ പിന്നെ കുഴപ്പമില്ല. 3:30
ഞാനൊരു 3:20 എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ആ ശരി ശരി. ട്രോളി ശരിയായോ? ആ ഇത് ശരിയായി. ഇതിന്റെ ഉള്ളിലെ ഒരു സ്ക്രൂ ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു. അത് ടൈറ്റായി ഇപ്പൊ സംഭവം ക്ലിയർ ആയി. അല്ലെങ്കിൽ നേരെയായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ വെക്കാനൊന്നുമില്ലല്ലോ. നമ്മുടെ കല്യാണ സമയത്ത് എന്റെ ചുരിദാറും കുറച്ച് സാരിയൊക്കെ ഞാൻ കൊണ്ടുവന്നല്ലേ. അതിനുശേഷം ഒരു സാധനം പോലും അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. പിന്നെ എന്നെ ശിശിര വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവളോട് ഞാൻ പറഞ്ഞതാ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം കൂടെ വരാൻ വേണ്ടിയിട്ട്. എന്നാ നീ പോയിട്ട് 3:20 അവളെ വീട്ടിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. 1000 രൂപ തരണേ. 1000 രൂപയോ? അതൊന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിട്ട്? ഓ നിങ്ങൾ ഇങ്ങനെ ഞെട്ടൊന്നും വേണ്ട. ഇതൊക്കെ വെറും ബേസിക്കിന്റെ പൈസയാ. കുറച്ചുകൂടി നല്ലത് ചെയ്യണമെങ്കിൽ ഇനിയും പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1000 ചെയ്യാന്ന് വിചാരിച്ചേ. എടാ എന്നാൽ അതൊക്കെ കുറച്ച് കൂടുതലല്ലേ? നീ സാധാരണ വീട്ടിൽ നിന്നല്ല ചെയ്യുന്നേ. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ? എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഫേഷ്യൽ ചെയ്യണം പൈസ വേണമെന്നുള്ളത്? ആദ്യമായിട്ടല്ലേ ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എനിക്ക് തരാനില്ല. ശിശിരയൊക്കെ എല്ലാ മാസം 2000 രൂപ ഫേഷ്യൽ പോയി ചെയ്യണത്. നിങ്ങളെ കല്യാണം കഴിച്ച് വിചാരിച്ചിട്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ എന്നെ മനസ്സിൽ ഒതുക്കി വെച്ച് നടക്കണം. ഇതുവരെ അങ്ങനെ ചെയ്തു. ഇനി പറ്റില്ല. എനിക്കുണ്ട് പുറത്തു പോയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ. എനിക്ക് മര്യാദയ്ക്ക് 1000 രൂപ തന്നേ പറ്റൂ. നീ കുറെ നാളായല്ലോ പറയുന്നത് കല്യാണത്തിന് ശേഷം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ മനസ്സിലൊതുക്കിയാ ജീവിക്കുന്നത്. നിനക്ക് എന്ത് കുറവാണ് ഞാനോട് വരുന്നത്? നിന്നെ പൊന്നു പോലെ ഞാൻ സ്നേഹിക്കുന്നത്. അത് നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ആ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ സ്നേഹം കൊണ്ട് കടയിൽ കൊടുത്തിട്ടേ ഞാൻ വില കൂടിയ കുറെ പട്ടുസാരികൾ വാങ്ങി ഉടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. സ്നേഹം മനസ്സിലാക്കണത്. ഇനി ഹോട്ടലിൽ പോണെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊടുത്തിട്ട് അവിടുന്ന് കുഴിമന്തിയും ഫ്രഞ്ച് ഫ്രൈസും ബിരിയാണിയും ഒക്കെ വാങ്ങിക്കൊണ്ടുവരാം. ഇതാ ഇനി മേലിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ കണക്ക് പറഞ്ഞ എന്റെ മുമ്പിൽ വന്നേക്കരുത്. ആദ്യമായിട്ടൊരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി 1000 രൂപ ചോദിച്ചാ അത് പോലും തരാൻ പറ്റില്ല. കീറിയ ഡ്രസ് ഇട്ടാ ഞാൻ നടക്കുന്നത്. എന്തിനാ മോളെ അവനെ എന്നും ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മ ഞാൻ കുത്തി നോക്കാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. 1000 രൂപ ചോദിച്ചതാ. അതും എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യമൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളും പുറത്തു പോയിട്ട് ചെയ്യുന്നുണ്ട്. ഏട്ടന്റെ കൂടെ വന്ന അന്ന് മുതൽ എനിക്ക് മാത്രം ഒന്നിനും പറ്റുന്നില്ല. അവന്റെ പൈസ ഇല്ലാണ്ടല്ലേ, അല്ലാതെ ഉണ്ടായിട്ട് തരാഞ്ഞിട്ടല്ലോ. ഈ പൈസ ഇല്ല എന്ന് എത്ര കാലം പറഞ്ഞു നടക്കും? ഇതൊരു ചെറിയ ആവശ്യമല്ലേ. അത് തന്നെ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തോ മലമറിക്കുന്ന കാര്യ. ജീവിതത്തിൽ ഇനിയും എന്തൊക്കെ ആവശ്യങ്ങൾ വരാനുണ്ട്. അപ്പോഴും ഇങ്ങനെ പൈസ ഇല്ലാന്ന് പറഞ്ഞ് കൈ മലർത്തുവോ? സത്യം പറഞ്ഞ എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ആകുക. ഈ ഒരു ചെറിയ ശമ്പളം വെച്ചിട്ട് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? എന്തൊക്കെ വേണ്ടാന്ന് ചോദിക്കും. അമ്മയ്ക്ക് അറിയായിരുന്നില്ലേ ഏട്ടൻ ഇത്രയും ശമ്പളമുള്ളൂ, മര്യാദയ്ക്ക് ഒരു കുടുംബം നോക്കാനും കഴിവില്ലാന്ന്? പിന്നെ എന്തിനാ അമ്മ എന്നെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വലിച്ചയച്ചു കൊണ്ടുവന്നത്? അമ്മയ്ക്കെങ്കിലും പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ അമ്മേനെ പറഞ്ഞാൽ കാര്യമൊന്നുമില്ലല്ലോ. ഈ ബന്ധം തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഞാനല്ല. അവസാനം കുടുംബക്കാരെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും അവന് ഒരു ദുശ്ശീലം ഇല്ലാലോ. ഞാൻ നന്നായിട്ടല്ലേ നോക്കണം. മോള് എന്ന് പറഞ്ഞ അവനെ ജീവനല്ലേ. അമ്മ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരെ ഭാര്യമാരെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല. എന്റെ ആംഗ്ലയെ ദുബായില. അവൻ അവന്റെ ഭാര്യനെ പൊന്നുപോലെ നോക്കുന്നത്. അവന് ഒരു ദുശീലങ്ങളും ഇല്ല. എന്റെ ഫ്രണ്ട്സിന്റെ ഭർത്താക്കന്മാർക്ക് ദുശീലങ്ങളൊന്നും ഉണ്ടായിട്ടല്ല അവർ ഭാര്യമാരെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതും. ഈ നാട്ടിലുണ്ടല്ലോ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മര്യാദയ്ക്ക് ജോലിയുള്ള ആൾക്കാരൊക്കെ. അവരൊക്കെ ദുശീലങ്ങളായിട്ട് നടക്കുകയാണോ? എല്ലാവരും നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ടല്ലോ. ഇതിവിടെ സ്നേഹം ഉള്ളത് കൊണ്ട് പൈസ വേണ്ടെന്നാണോ? ഇവിടെ പോയി. നീ എന്താ മോനെ ഇവിടെ വന്ന് നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതം മടുത്തമ്മ. എത്ര ദിവസമായി നടന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് മനസമാധാനമില്ല. എന്ത് ചെയ്തു കൊടുത്താലും അത് പോരാ ഇത് പോരാ എന്നുള്ള കംപ്ലൈന്റ് മാത്രമേ ഒക്കെ പറയാനുള്ളൂ. അമ്മ കല്യാണം കഴിഞ്ഞ് അന്ന് പോയാൽ എന്റെ മനസ്സമാധാനം.
ഇപ്പൊ ഇതാ വീട്ടിലേക്ക് പോലും കയറാൻ തോന്നില്ല. നരകാണിത്, നരകം എനിക്ക്. ഇക്കണക്കിന് എനിക്ക് അവളെ കല്യാണം കഴിക്കണ്ടായിരുന്നു. അതിന് കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത്. മര്യാദയ്ക്ക് ഒരു ജോലിയും കൂലിയും ഇല്ല, 5 പൈസ കയ്യിലും ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് കല്യാണം മുൻപ് പറഞ്ഞതല്ലേ, ആ കുട്ടിനെ വെറുതെ ഇവിടെ കൊണ്ട് കഷ്ടപ്പെടുത്തണ്ട, അത് നല്ല ആൺകുട്ടികളുടെ ഇപ്പൊ ജീവിച്ചോട്ടെ എന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അമ്മയെ ഞങ്ങൾക്ക് പൈസയൊന്നും അല്ല വലുത്, ഞങ്ങൾക്ക് സ്നേഹമോ വലുത്, അത്രത്തോളം ഞങ്ങളങ്ങ് സ്നേഹിച്ചു പോയിന്ന്. ഇപ്പൊ കണ്ടില്ല നീ സ്നേഹം? പൈസ ഇല്ലാണ്ട് എവിടെയും ജീവിക്കാൻ പറ്റില്ല മോനെ. സ്നേഹം കൊണ്ടൊന്നും ജീവിതം മുൻപോട്ട് പോകില്ല. അത് വേണമെങ്കിൽ പുതുമയിൽ 1, 2, 3 മാസം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കെട്ടിപ്പോയില്ലേ, നീ ജീവിതകാലം മുഴുവൻ അങ്ങ് അനുഭവിച്ചോ. അമ്മ വരെ പരിഹസിച്ചു കൊടുത്തു. അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു. ഏട്ടാ, ഏട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ, എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും റിയാലിറ്റിയിലേക്ക് അടുക്കുമ്പോഴല്ലേ മനസ്സിലാകുക സ്നേഹം കൊണ്ട് മാത്രം ഒന്നും ആവില്ല എന്ന്. എന്റെ കൂട്ടുകാരികളൊക്കെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതം കാണുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് അറിയാം. ആ ഒരു ഫ്രസ്ട്രേഷനിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നതാ. അതല്ലടോ, നീ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് വലിയ പൈസ ഒന്നും കിട്ടാത്ത ജോലിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കുടുംബം തന്നെ ഞാൻ കഷ്ടപ്പെട്ട കൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്നെ പോലെ ആളെ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സംഭവിച്ച എല്ലാം സംഭവിച്ചു, അതൊക്കെ അങ്ങ് പോട്ടെ. ഏട്ടന് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രമാത്രം ടെൻഷൻ തരാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇനി എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. ഹാവ്, സമാധാനായി. ഇപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലായല്ലോ. നിന്റെ ഈ ദേഷ്യവും വാശിയൊക്കെ കൂടെ കണ്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് വിസ ശരിയാക്കിയിട്ടുണ്ട്. അവൻ ഈ മാസം തന്നെ എല്ലാം ശരിയാക്കിയിട്ട് അങ്ങോട്ട് പോണെന്നാ പറഞ്ഞു. വലിയ ശമ്പളമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പൈസ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ശരി, ഗൾഫിലേക്ക് പോകാൻ നിൽക്കായിരുന്നോ? ജോലിക്ക് വേണ്ടിട്ട് അത്രയും ദൂരം നേട്ടം പോകാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചു പറയാ. അല്ലെങ്കിൽ എന്തിനാ അത്രയും ദൂരം പോയാൽ മരുഭൂമിച്ചെന്ന് കഷ്ടപ്പെടാൻ നിൽക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞതേ അടുത്ത ആഴ്ച വിസ വരും, ഈ മാസം തന്നെ അങ്ങോട്ട് പോണെന്നാ. ഇനിയിപ്പോ എന്തായാലും അത് ക്യാൻസൽ ചെയ്യാൻ അത് വേണ്ടല്ലോ. ഇവിടെ ആകുമ്പോ നീയും അമ്മ എല്ലാരും ഉണ്ട്, നമുക്കിവിടെ സന്തോഷത്തോടെ ഇവിടെ തന്നെ ജീവിക്കാലോ. അതന്നെ ഞാൻ പറഞ്ഞത്. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ ഏട്ടന് ഓർമ്മ ഉണ്ടോ? ഓരോ ദിവസവും 10 രൂപന്റെ ഐസ്ക്രീം എനിക്ക് വാങ്ങിക്കൊണ്ട് തരുന്നത്. അന്നൊക്കെ അത് എനിക്ക് വലിയ കാര്യമായിരുന്നു. എന്തിന് ഏട്ടനൊരു റോസാപ്പൂ വാങ്ങി തന്നാലും എന്തോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. പിന്നെ പിന്നെയല്ലേ മനസ്സിലായത് ഈ റോസാപ്പൂവും 10 രൂപന്റെ ഐസ്ക്രീമും കൊണ്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന്. ഇതിപ്പോ രാധേച്ചിന്റെയും രമണിയേച്ചിന്റെയും വീട്ടിലെ മിക്സിയും ഗ്രൈൻഡറും കുക്കറും ഒക്കെ കേടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ തന്നെ നോക്ക്, നമ്മുടെ അശോകന്റെ വീടിന്റെ പണി നടക്കല്ലേ, എന്നും 10ഉം 20ഉം പണിക്കാർ ഇവിടെ ഉണ്ട്. തേപ്പുകാർക്ക് 1500 രൂപയാണ് അവർ കൊടുക്കണമെന്ന് ഒരു ദിവസം, അത് ഉച്ചവരെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടൻ എന്തിനാ ഈ എപ്പോഴെങ്കിലും കിട്ടുന്ന പണിയും കാത്തോണ്ടിരിക്കുന്നത്? ഈ പണിക്കങ്ങ് ഇറങ്ങ്, നല്ല പൈസ ഉണ്ടാക്കാം. നമ്മൾ കഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടാൻ ഇടവരരുത്. ചായ എടുക്കാം. അപ്പൊ ഇനി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം, അല്ലാണ്ട് വേറൊരു വഴിയില്ല.